ഖുറൈശ് ഗോത്രത്തിന്റെ സൗമ്യതയും അന്തസ്സും ചേർന്ന ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു. അവളുടെ പേര് ആമിന ബിന്ദു വഹാബ്. വഹാബ് ബിൻ അബ്ദുമനാഫിന്റെ പുത്രിയായി. വാക്കുകളിൽ വിനയവും സ്വഭാവത്തിൽ ശുദ്ധിയും ആയുധമാക്കിയ ഒരു സ്ത്രീയായി അവൾ വളർന്നു. അവൾ അധികം സംസാരിച്ചില്ല. അവളുടെ നിശബ്ദത തന്നെ അവളുടെ സൗന്ദര്യമായിരുന്നു. പക്ഷെ ആ നിശബ്ദതയുടെ ഉള്ളിൽ മനുഷ്യരാശിയുടെ ചരിത്രം മാറ്റിയെഴുതാനിരിക്കുന്ന ഒരു വിധി ശാന്തമായി ഉറങ്ങിക്കിടന്നിരുന്നു. കാലം അവളുടെ ജീവിതത്തിലേക്ക് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബ് എന്ന യുവാവിനെ കൊണ്ടുവന്നു. ഖുറൈശിലെ ഏറ്റവും സുന്ദരനും ശുദ്ധഹൃദയനുമായ അബ്ദുള്ളയോടവൾ വിവാഹിതയായി. ആ ബന്ധം സ്നേഹത്തോടെ ആരംഭിച്ചെങ്കിലും ദൈർഘ്യം അതിനെഴുതപ്പെട്ടിരുന്നില്ല. വടക്കോട്ടുള്ള ഒരു വ്യാപാര യാത്രക്കിടയിൽ മദീനയിൽ വെച്ച് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു. ആമിന ബീവി റളിയല്ലാഹു അൻഹ അപ്പോൾ ഒരു യുവതിയായിരുന്നു. ഹൃദയത്തിൽ ആഴമുള്ള ദുഃഖവും ഗർഭത്തിൽ മഹത്തായ ഒരു അമാനത്തും ചുമന്ന് അവൾ വിധവയായി. എന്നാൽ ശൂന്യയായില്ല. അവളുടെ ഉള്ളിൽ ലോകങ്ങൾക്ക് വഴികാട്ടിയാകാൻ പോകുന്ന ഒരു ജീവൻ വളരുകയായിരുന്നു. ഗർഭകാലം മുഴുവൻ അവൾ അനുഭവിച്ചത് ഭയമല്ല, മറിച്ച് വാക്കുകളാൽ വിവരിക്കാനാവാത്ത ഒരു ശാന്തതയായിരുന്നു. നീയൊരു മഹത്തായ മനുഷ്യന്റെ മാതാവായിരിക്കും എന്നുള്ള ആശ്വാസങ്ങൾ അവളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു. വേദനകളില്ലാതെ കടന്ന ഒരു രാത്രിയിൽ മക്കയുടെ ആകാശത്തിന് കീഴിൽ ഒരു കുഞ്ഞു ജനിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിമിഷം തന്റെ നെഞ്ചിലേറ്റിയിരുന്ന ഈ ശിശു ഒരു നാൾ ലോകങ്ങൾക്ക് കരുണയാകുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ തന്റെ മകനെ സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തി. എന്നാൽ ആ സ്നേഹം ദീർഘകാലം അവളുടെ അടുക്കൽ നിലനിന്നില്ല. അറബികളുടെ പതിവ് പോലെ കുട്ടിയെ ഗ്രാമീണ ശുദ്ധതയിലും ആരോഗ്യകരമായ അന്തരീക്ഷത്തിലും വളർത്താൻ അവൾ അവനെ ഹലീമ ബീവിയോടൊപ്പം വിട്ടു. ഓരോ വേർപാടും അവളുടെ ഹൃദയത്തെ മുറിച്ചുവെങ്കിലും അവൾ സഹിച്ചു. കാരണം അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ കുഞ്ഞ് സാധാരണയല്ലെന്ന്. വർഷങ്ങൾക്കു ശേഷം മകനെ കൈപിടിച്ച് അവൾ മദീനയിലേക്ക് യാത്രയായി. പിതാവിന്റെ ഖബർ കാണിക്കാനായിരുന്നു ആ യാത്ര. ആ യാത്ര അവൾക്കൊരു പൂർണ്ണതയായിരുന്നു, മകന് വേണ്ടി പറയാനുള്ള നിശബ്ദമായ കഥ. എന്നാൽ മദീനയിൽ നിന്ന് മടങ്ങുമ്പോൾ അബ്വ എന്ന സ്ഥലത്ത് അവളുടെ ശരീരം തളർന്നു. യാത്ര അവിടെ അവസാനിച്ചു. അവൾ തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് അവസാനമായി നോക്കി. ആ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, ഒരു മാതാവിന്റെ സമാധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരുഭൂമിയുടെ ആഴത്തിലുള്ള നിശബ്ദതയിൽ ആമിന ബിവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ബാലനപ്പോൾ വയസ്സ് 6 മാത്രം. ഒരു മാതാവിനെ നഷ്ടപ്പെട്ട ആ കുട്ടി ഒരു നാൾ അനാഥർക്കും ദുഃഖിതർക്കും പാതകാട്ടിയാകാൻ പോകുന്ന പ്രവാചകനായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ അധികകാലം ജീവിച്ചില്ല.